ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉന്നക്കായാണ് ചെയ്യാൻ പോകുന്നത്. ഉന്നക്കായ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യും. എന്നാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതി എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ രീതിയിലാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് എൻ്റെ രീതിയിലാണ്. പക്ഷേ എന്നാൽ അതെന്താ പറയുക, കുറച്ചൊരു മലബാർ സൈഡിലേക്ക് ആ ഒരു പലഹാരം വരികയും വേണം. കാര്യം ഉന്നക്കായ കഴിക്കാത്ത ഒരു ആൾക്കാരും കാണുകയല്ലേ. ഈവൻ അത് ഇന്ന മതം എന്നില്ല, എല്ലാവർക്കും ആ ഒരു ഉന്നക്കായുടെ സ്വാദ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല, പരിഷ്കാരങ്ങൾ വരുത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ ഒക്കെയല്ല. അത് എന്താണോ ദാറ്റ് ട്രഡീഷണൽ എന്താ പറയുക ഒരു പലഹാരമാണ്. അപ്പം അതിനെ ഒരുപാടിട്ട് നമ്മൾ പലതൊക്കെ ചേർത്തേച്ച് ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടല്ലോ അതിൻ്റെ രുചിയെ പോവേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇത് ഉന്നക്കായ എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അത് അതിൻ്റെ ഫില്ലിങ് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാറുണ്ട്, ചിലർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മാത്രം നെയ്യിൽ വറുത്തിട്ട് വെക്കാറുണ്ട്. ഇതൊന്നുമല്ല, ചിലരാണെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയേച്ച് അതിനകത്തോട്ട് മുഴുവനായിട്ട് കുഴച്ചേച്ച് ഉന്നക്കായുടെ ഷേപ്പിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇത് എന്നാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഏനം പോലെ ഏത് ഫില്ലിങ്ങാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇപ്പോൾ ചിലപ്പോൾ നോമ്പ് കഴിഞ്ഞ് വെച്ച് നമുക്കൊരു മുട്ട കഴിക്കാനായിരിക്കും ഇഷ്ടം, എന്നാൽ ഏത്തപ്പഴത്തിനോട് കൊതിയുണ്ട്. അങ്ങനെ ആണെങ്കിലും നമ്മൾ ഫില്ലിങ് ഏത്തപ്പഴത്തിനകത്ത് വയ്ക്കും, ഏത്തപ്പഴത്തിനകത്ത് മുട്ടയുടെ ഫില്ലിങ് വയ്ക്കും. അതും ഈ പറഞ്ഞ പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ ചെയ്യുന്ന ഫില്ലിങ്ങിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാറ്റി വെച്ചാൽ ആ ഇൻഗ്രീഡിയൻ്റ് കേറ്റത്തേ ഉള്ളൂ. അപ്പോൾ ഇതിലെല്ലാം കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിന് എന്നൊക്കെ വേണ്ടതെന്ന് നോക്കാം, അതല്ലേ അത്യാവശ്യം. ഇതിന് എണ്ണ അധികം വേണ്ട, ബട്ട് എന്നാലും ഇത് കുറച്ച് എണ്ണയാണ്. ഇത് എന്നാന്ന് വെച്ചാൽ ഇത് മസ്റ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ തിരുമിയതാ, കുറച്ച് മുട്ട, നെയ്യ്, അരിപ്പൊടി, ഏലക്ക പൊടിച്ചതാണ്, കുറച്ച് പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങിയതാണ്. കുറച്ച് പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത്തപ്പഴം ഒരുപാട് നമ്മൾ എന്നാ അറിയുക, ഏത്തപ്പഴം പുഴുങ്ങിയേച്ച് കുറച്ച് നേരം അത് ആറാനായിട്ട് വെച്ചതിന് ശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇനി സപ്പോസ് ഏത്തപ്പഴം ഒരുപാട് പഴുത്തതാണ് എങ്കിൽ ആ ഉന്നക്കായ്ക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരും. കാര്യം എന്നാന്ന് വെച്ചാൽ അതിന് തന്നെ ഒരു മധുരമില്ലേ, അന്നേരം അത് വെച്ച് തന്നെ ഉന്നക്കായ ഉണ്ടാക്കുമ്പോഴത്തേന് അതിനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. അതല്ല സപ്പോസ് നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയല്ല, ചിലപ്പോൾ പച്ച ഏത്തക്ക കിട്ടിയെന്നിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത്തക്ക നല്ലവണ്ണം വേവിക്കണം. നല്ലതെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാനുള്ളയാ, അതിനകത്തോട്ട് നമുക്കൊന്നും ചേർക്കാൻ ഒക്കുകയില്ല. അപ്പോൾ പച്ച ഏത്തക്ക ഒരുമാതിരി പഴുത്ത് വരുന്ന ഏത്തക്ക ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല പ്രഷർ കുക്കറിലിട്ട് നല്ലോണം വേവിച്ചോ. സാധാരണഗതിയിൽ വേവിച്ചു കഴിഞ്ഞാൽ അതിനകത്തെ കറുപ്പൊക്കെ ഒന്ന് മാറ്റിയേച്ച് അതിൻ്റെ നാരെല്ലാം മാറ്റിയേച്ച് അത് ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടമ്മമാർക്ക് പൊതുവേ എല്ലാത്തിനും നേരം കുറവാന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണം, അത് മാറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇത് എന്നാ പറയുക, മലബാർ സൈഡിലുള്ള ഉമ്മമാർ കാണുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാര്യം എല്ലാവരും എന്നാണെന്നറിയോ ധൃതി പിടിക്കുന്ന കാര്യമാണ് പറയുന്നത്. അന്നേരം അവർക്കും ഇതൊക്കെ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴി പറയുന്നതേ ഉള്ളൂ. ആ നാരെടുക്കണം എന്നില്ല, അതായിട്ട് ചേർത്ത് കുഴയ്ക്കാം. ഇനി ഇതെല്ലാം പോയിട്ട് ഭയങ്കരമായിട്ട് പഴുത്തൊരു ഏത്തപ്പഴം കിട്ടുവാന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുഴുങ്ങി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഭയങ്കര വാട്ടറി കണ്ടൻറ്റ് കൂടുതൽ കാണുമേ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാട്ടറി കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി മാവ് അങ്ങനെ ലൂസായിട്ടിരിക്കും. അങ്ങനെ ലൂസായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരിപ്പൊടി ചേർത്ത് നമ്മൾ കുഴയ്ക്കുവാന്നേൽ ആ ചപ്പാത്തി മാവിൻ്റെ അത്രയും വരണം. ഇപ്പം മനസ്സിലായില്ലേ, 3 സാധനം ഏത് ടൈപ്പ് ഓഫ് ഏത്തപ്പഴമാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മളതിനെ എന്നാ പറയുക ചെയ്തെടുത്തോണം. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ എനിക്ക് ഒരുവിധം പഴുത്ത ഏത്തക്കായ കിട്ടി. പിന്നെ ഇതിനകത്ത് ഒറ്റൊരു കാര്യം എന്നാന്നറിയോ, ഈ പറഞ്ഞ പോലെ ഏത്തപ്പഴം ആക്കി എല്ലാം ചെയ്തു. ഇത് ചില സമയം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിയുന്നതും മൈദായോ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇതൊന്നും ഞാൻ കഴിയുന്നത് നമ്മൾ ഏത്തപ്പഴത്തിനകത്ത് ചേർക്കാതിരിക്കുന്നതാണ് അതിൻ്റെ രുചി. അഥവാ ഇങ്ങനെ ആവുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച്, എൻ്റെ കണക്ക് ഞാൻ പറയുക, കുറച്ച് തേങ്ങായും എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം ബാക്കി ചെയ്യാം. ഫസ്റ്റ് ഇച്ചിരി നെയ്യ് ഒഴിക്കുക,
നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ, ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതിനകത്ത് നെയ്ക്കകത്ത് ഇട്ടു. ഇത് രണ്ടും ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം. അതായത് മുന്തിരിങ്ങ വലിയ സമയമൊന്നും എടുക്കുകയല്ല അത് മൂക്കാനായിട്ട്, പക്ഷെ ആ ഒരു മൂപ്പ് മതിയാവും നമുക്ക് അണ്ടിപ്പരിപ്പിനും. അതല്ല അണ്ടിപ്പരിപ്പ് കുറച്ച് മൂപ്പ് വേണമെന്ന് തോന്നുവാന്നുവെങ്കിൽ, ഇതൊക്കെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞില്ല ഓരോ ടേസ്റ്റാണ്, നമ്മുടെ നാവിൻ്റെ രുചി ഏതാന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇപ്പോൾ ചിലരാണെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതായത് ചുട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അണ്ടിപ്പരിപ്പ് നല്ലതായിട്ടൊന്ന് വറുക്കുക, അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ ഇട്ടേച്ചാൽ മതി. ചിലപ്പോൾ നമ്മളിത് വറക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ ആ പരുവം തെറ്റിപ്പോവേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഏനനുസരിച്ച് അതങ്ങ് ചെയ്താൽ മതി. ഉന്നക്കായ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് നെയ്യിലാന്നു. ചിലരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയ്യിലല്ലാതെ എണ്ണയിൽ വറുത്തെടുക്കുന്നവരുണ്ട്. കഴിയുന്നതും നമ്മൾ ഈ ഉന്നക്കായ് ഞാൻ പഠിച്ച എന്നെ ഒരു ഉമ്മ പഠിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ നെയ്യിൽ വറുത്തെടുക്കാനാണ് പഠിപ്പിച്ചത്. അത് ഡീപ് ഫ്രൈ ആയിട്ടല്ല, ഒരു ഷാലോ ഫ്രൈ ആയിട്ട്. ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് ഈ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ, ഏറ്റവും നല്ലത് ഒരു പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതാ, നല്ല ടേസ്റ്റാണ്. ആ തേങ്ങയ്ക്കകത്തുള്ള ആ ഒരു എന്നാ പറയുക വെള്ളമയമില്ലേ, അതൊന്ന് പോകണം, അത്ര മാത്രം മൂപ്പിച്ചേച്ചാൽ മതി. ആ നെയ്യും എല്ലാം ആ തേങ്ങയ്ക്കകത്തോട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ തേങ്ങ ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മധുരമില്ലേ അതനുസരിച്ച് ഇതിനകത്തോട്ട് ചേർക്കുക. കുറച്ച് മതിയെങ്കിൽ അത് മതി. ഇനി പച്ച ഏത്തക്ക ആന്നുവെങ്കിൽ ഏത്തക്ക കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി മധുരവും കൂടി ഇട്ടു, അല്ലെ ഒട്ടും മധുരം കാണുകയല്ലേ. ഈ ഫില്ലിങ്ങിനകത്തും നമുക്ക് ആവശ്യമുള്ള ഒരു പഞ്ചസാര ചേർത്തേച്ചാൽ മതി. ഇതിന് അളവെന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമ്മളെല്ലാം ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി ഒന്ന് മധുരം നോക്കുക. ആ മധുരം എത്ര പോരാൻ തോന്നുവാണെങ്കിൽ നമ്മൾ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് ചേർത്തേച്ചാൽ മതി. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്തേക്കണം, അല്ലെ പിന്നെ അങ്ങ് കാരമലൈസ് ആയി പോവും പഞ്ചസാര. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത്തക്ക എടുത്തേച്ച് ഏത്തക്ക കുറച്ച് കട്ടിയാണെങ്കിൽ ഇതേപോലെ കുറച്ച് നെയ്യ് ചേർത്ത് നല്ലതായിട്ട് അതിനെ കുഴയ്ക്കണം. അപ്പം നമ്മുടെ കയ്യിലൊന്നും അത് പറ്റി പിടിക്കുകയില്ല. ഇത് നല്ലതായിട്ട് കുഴച്ച് വെച്ച് നമ്മുടെ കയ്യെ പറ്റിപ്പിടിക്കാത്ത രീതിയിൽ അതിന് ഇച്ചിരി നെയ്യ് ഒഴിച്ചോ. ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട. എന്നാന്നറിയാം, നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് ഈ ഏത്തപ്പഴത്തിനകത്തോട്ടൊക്കെ നെയ്യ് അങ്ങ് പോവുക. പക്ഷെ അത് എന്നാ പറയുക ചൂടാവുകയല്ല, ഈ എന്നാ പറയുക അതൊന്ന് മൊരിഞ്ഞു വരണ്ടേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു എന്നാ പറയുക നെയ്യുടെ ഒരു ചുവ മുന്നിട്ട് നിൽക്കുമെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ കൂട്ടായി പോവും. അപ്പം അത് വേണ്ട. ഒരുപാട് നെയ്യെടുത്ത് കുഴച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്യണ്ട. ഇനി അടുപ്പിനകത്തോട്ട് ഒരു പാൻ വെച്ച് വെച്ച് സാധാരണഗതി എല്ലാവരും ചെയ്യുന്ന എന്നാന്നറിയാവോ, ചില രീതിയിൽ ഇതിപ്പോൾ എൻ്റെ രീതിയിൽ ആ ഉമ്മ പഠിപ്പിച്ച മാതിരിയാണ് ഞാൻ പറയുന്നത്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ച് നിറച്ച എണ്ണ ഒഴിച്ച് വെച്ച് അതിനകത്തോട്ട് മുട്ടയുടെ വെള്ള അടിക്കും. മുട്ടയുടെ വെള്ള അടിച്ച് വെച്ച് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഉന്നക്കായ് കയ്യിൽ വെച്ച് പരത്തി അതിൻ്റെ ഷേപ്പ് ആക്കി വെച്ച് മുട്ടയുടെ വെള്ളയിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്.
പക്ഷേ അത് അത്രയും എണ്ണ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മാത്രം നെയ്യിൽ വറുത്ത് ഈ മുട്ടയും കൂടെ അതിനകത്ത് വെക്കാം ഫില്ലിംഗ് ആയിട്ട്. ഇപ്പം ഞാൻ ഈ മുട്ട എടുത്ത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ 2 കാര്യവും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഈ മുട്ട എണ്ണ ഉപയോഗിക്കാത്ത എന്ന് ചോദിക്കരുത്. ഇത് എൻ്റെ ഒരു സംശയം മാറാനായിട്ട് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി എടുത്ത. അതേപോലെ അരിപ്പൊടിയാതെ ഒരുപാട് നമ്മൾ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഏത്തപ്പഴം കുഴച്ചെടുക്കുവാന്നേ ചേർക്കാനുള്ളത് മാത്രം. അരിപ്പൊടിയൊക്കെ ഒത്തിരി ചേർക്കല്ല. നമ്മൾ മാവ് പോലെ കുഴയ്ക്കുമ്പോൾ ഇത് നമ്മൾ ബോളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ കഴിയുന്നതും ഏത്തപ്പഴം മാത്രം എടുക്കുന്ന ഏറ്റവും നല്ല. ഇപ്പം ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ്യിലാണ്. ഇച്ചിരി നെയ്യ് അങ്ങോട്ട് നമ്മുടെ കൈവെള്ളയെ തൂത്തേച്ച് ഒരു കുഞ്ഞി ബോൾ, വലിപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്ത് വെച്ചാൽ മതി. എന്നുവെച്ചാൽ നല്ല അസലായിട്ട് അത് പരത്തുക. അന്നുവെച്ച് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടില്ലേ, കൂട്ട് കുറച്ചെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ആക്കുക. ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഏതാന്ന് വെച്ചാൽ വലിപ്പം കുറവോ അല്ലെങ്കിൽ കുഞ്ഞാക്കുകയാണെങ്കിൽ അങ്ങനെ ഏതാച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ ഷേപ്പ് എടുത്തേച്ചാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുട്ടയിൽ മുക്കിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതിനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് പോരാ, ഇത് പൊട്ടിപ്പോകുമെന്ന് നമുക്ക് സ്വയം തോന്നുവാന്നുവെങ്കിൽ മുട്ടയ്ക്കകത്ത് മുക്കി നല്ലോണം വറുത്തെടുത്താൽ മതി. എണ്ണ ഒഴിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്താലും മതി. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം. ധൃതി കൂട്ടി എന്തായാലും വറുക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ, അത് ആ പാനയിൽ ഒട്ടിപ്പിടിക്കും. ചീനച്ചട്ടി ആന്നേലും അത് ഒട്ടിപ്പിടിക്കും. അതിൻ്റേതായ സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഉന്നക്കായുടെ പകുതി ഭാഗം ചീനച്ചട്ടിയെ കാണും, പകുതി നമ്മുടെ കാണും. അപ്പോൾ ഇച്ചിരി ക്ഷമയോടുകൂടി അത് വറുത്തെടുക്കാനൊക്കത്തുള്ളൂ. പിന്നെ ഏത്തപ്പഴം വന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ചപ്പാത്തി മാവ് പോലെ കുഴയ്ക്കാനൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ല ഈ ഒരു ഏത്തപ്പഴം കുഴച്ചെടുത്ത് പരത്തി അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്യണം. ആദ്യം ഞാൻ ഇതൊന്ന് പതുക്കെ പതുക്കെ വറുത്തെടുക്കട്ടെ. ഉന്നക്കായുടെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് തീ കൂട്ടിയിട്ട് വേഗം എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ക്ഷമയോടുകൂടി തന്നെ അത് ചെയ്യണം. ഇനി ഇത് എന്നാ ചെയ്യണമെന്നോ, ഒരു ചെറിയ ബ്രൗൺ കളർ ആവുകയല്ലേ, അതനുസരിച്ച് നമ്മൾ അതിനെ മൂപ്പിച്ചെടുത്താൽ മതി. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മുട്ട വേണമെങ്കിൽ വെക്കാം. ഇനി അഥവാ ഞാനിപ്പോൾ ഉരുട്ടിയപ്പം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന കൂട്ടാകുകയാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത് അറിയോ, നമ്മൾ ചെറുതായിട്ട് അതെല്ലാം ഫില്ലിങ് എല്ലാം അകത്ത് വെച്ച് കംപ്ലീറ്റ് അകത്ത് വെച്ച് നമ്മൾ റോൾ ചെയ്ത് ആ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം
ഒരു കാര്യം ചെയ്താൽ മതി, അരിപ്പൊടി ഒരു പ്ലേറ്റിലോട്ട് ഇട്ടേച്ച് ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അറ്റ് ദ സെയിം ടൈം അത് ഇച്ചിരി മൊരിഞ്ഞും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പച്ച ചൊവയില്ലേ, മറ്റേ അരിപ്പൊടിയുടെ ഒക്കെ ആണെങ്കിലും ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് വരികയില്ല. ഒത്തിരി അങ്ങോട്ട് റോൾ ചെയ്യാനല്ല, ഒരു കോട്ടിങ് പോലെയല്ല, ചെറുതായിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും പാനെ പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് ചെയ്താൽ മതി. അരിപ്പൊടിയൊക്കെ മുക്കി വെച്ച് നമ്മൾ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നെയ്യെ തന്നെ വറുത്തെടുക്കുന്ന ഏറ്റവും നല്ല, എന്നാലേ ടേസ്റ്റ് വരത്തോളേ. ഏത്തപ്പഴം പച്ചയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കുഴച്ചേച്ചാൽ മതി. പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത്. ഇത് ശരിക്കും നോയമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഉണ്ടാക്കുന്ന, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇന്ന മതക്കാർക്ക് ഇത് ഉണ്ടാക്കാവുള്ളൂ, അവരുടെ പലഹാരം മാത്രമാണ് എന്നൊന്നുമില്ല. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിനൊരു ബ്രൗൺ കളറാക്കി എടുത്തേച്ചാൽ മതി. അരിപ്പൊടി തൂക്കുന്നതുകൊണ്ട് കുറച്ചൊരു സമയം എടുക്കും അത് ഒന്ന് മൂത്ത് വരാനായിട്ട്. എന്നാലും ഒരുപാട് നല്ല കട്ട്ലേറ്റ് പോലത്തെ ബ്രൗൺ അല്ല, ചെറിയ ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നേച്ചാൽ മതി. നല്ല മുരിഞ്ഞ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ചെറിയ ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ. ഇത് ശരിക്കും ഒരു ഷാലോ ഫ്രൈയിൽ കഴിക്കുന്നതാണ് നല്ലത്. ഇതൊരു ലേശം എൻ്റെ കണക്കിനുള്ള ഒരു മൂപ്പായിട്ടുണ്ട്. ഇത്രയും മതി എനിക്ക്. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേന് ഇത്രയും മൂപ്പിക്കേ ഉള്ളൂ. അതല്ല ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. ഒത്തിരി മുരിക്കാതിരുന്നേച്ചാൽ മതി. മുരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് മാറുവേ. അപ്പോൾ ഇത്രയും മുരിച്ചാൽ മതി എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആനീസ് കിച്ചണിൽ എപ്പോഴും നമുക്കുണ്ടല്ലോ ഫാമിലി ആയിട്ട് വരുന്നതാ എപ്പോഴും ഇഷ്ടം. കാര്യം നമ്മുടെ ആനീസ് കിച്ചൺ എന്ന് പറയുന്നത് ഓൾവേസ് എ ഫാമിലി ഷോ. എല്ലാവരുടെയും എല്ലാ ഷോസും ഫാമിലി ഷോസ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ഇഷ്ടം കൂടുക എന്ന പാഷ്വാലിറ്റി എന്നാ പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്കൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് നമ്മുടെ ആനീസ് കിച്ചണിൽ എപ്പോഴും ഫാമിലി ആയിട്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ ഒറ്റയായിട്ട് വരുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര വിഷമമാണ് എന്നെ ഒറ്റയ്ക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നത്.